സ്റ്റാൻഡേർഡ് 5 അധ്യായം 9 തുല്യതയിലേക്ക്. അസമത്വം ഉണ്ടാകുന്നതെപ്പോൾ? ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോൾ. ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം, വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണം എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക അസമത്വം. സമത്വ സമാജം സ്ഥാപിച്ചതാര്? അയ്യ വൈകുണ്ഠർ. സമപന്തി ഭോജനം നടത്തിയ സംഘടന സമത്വ സമാജം. മിശ്രഭോജനം നടത്തിയതാര്? സഹോദരൻ അയ്യപ്പൻ. കെ അയ്യപ്പൻ പത്രാധിപരായിരുന്ന പത്രം സഹോദരൻ. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയതെന്ന്? 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയതെവിടെ? എറണാകുളം ജില്ലയിലെ ചെറായി. വസ്ത്രധാരണത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരം മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള. എത്രാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ് ജാതിമത വ്യത്യാസമില്ലാതെ സൗജന്യമായി തിരുവിതാംകൂർ സർക്കാർ നൽകാൻ ഉത്തരവിട്ടത്? 4-ാം ക്ലാസ് വരെ. ഊരുട്ടമ്പലം സ്കൂളിന്റെ നിലവിലെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ. ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണം സാമൂഹിക അസമത്വം. ആരെല്ലാമാണ് ക്ഷേമ പെൻഷനുകളുടെ മുഖ്യ ഗുണഭോക്താക്കൾ? മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ. എന്താണ് നേരിട്ടുള്ള സബ്സിഡി? പണമായി നൽകുന്ന സബ്സിഡി. എന്താണ് പരോക്ഷ സബ്സിഡി? നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക മുതലായവ. എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായികത്തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. എന്താണ് ലൈഫ് മിഷൻ? കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാനാകാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിടം നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അഥവാ ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകൾക്കുള്ള ചെറുകിട തൊഴിൽ സംരംഭം തീര മൈത്രി. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി കൈവല്യ. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതി വിദ്യാവാഹിനി. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ജനനി ജന്മരക്ഷ. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്രതിഭ തീരം. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഗോത്രബന്ധു. പാവപ്പെട്ട പെൺകുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതി ബാലിക സമൃദ്ധി യോജന.